നമസ്കാരം. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ചന്ദ്രൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് നീങ്ങുകയാണ്. കൂടാതെ ഇന്നേ ദിവസം മാർഗശീർഷ നക്ഷത്രത്തിലേക്ക് സഞ്ചാരം ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ടതായ മാറ്റങ്ങൾ നടക്കുന്നതിനാൽ തന്നെ ചില രാശിക്കാരിൽ നിന്നും ഇന്നേ ദിവസം ശനി ദോഷം അകലുക തന്നെ ചെയ്യും. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ എല്ലാം കാലം അവസാനിച്ചു എന്ന് തന്നെ പരാമർശിക്കാം. അനുകൂലമായ പല കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സമ്പാദിക്കാനുള്ള അവസരങ്ങളും സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. ഇടവം കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന അല്ലെങ്കിൽ അനവധിയാർന്ന നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ദിവസമായി തന്നെ മാറും. പുതിയ ജോലി കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിലവിലെ ജോലിയിൽ നിന്നും മാറാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. ജോലിസ്ഥലത്തെ അധികാരികളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പലവിധ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പലവിധ തിരിച്ചടികളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ തരണം ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ തിടുക്കപ്പെട്ട് പല തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല തീരുമാനങ്ങളും തിരുത്തുവാനുള്ള അവസരങ്ങൾ, തെറ്റായി ചിന്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ചതായ കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. വലിയ നഷ്ടങ്ങൾ കൂടാതെ പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതായ ചില തെറ്റായ കാര്യങ്ങൾ, തെറ്റിദ്ധാരണകളാൽ ചെയ്തു പോകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നും അകലം പാലിക്കുവാനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ആ ദോഷകരമായ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. ചെറിയ ലാഭം ലഭിക്കുന്നതായ പദ്ധതികൾ, ചെറിയ ലാഭം പോലും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പല കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ ലാഭം വർദ്ധിപ്പിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശനി മൂലമുള്ള ദോഷകരമായ ചില ഫലങ്ങളുടെ കാഠിന്യം ഒരു പരിധി വരെ കുറയുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ശനി ദോഷങ്ങളുടെ കാഠിന്യം അകലുന്നതായ സമയം തന്നെയാകുന്നു. ഈ സമയം പരമശിവനെയും ശനിദേവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജോലിസ്ഥലത്തെ അധികാരികളിൽ നിന്നും പൂർണ്ണമായ പിന്തുണകൾ, തിരിച്ചടിയാകെ ആയേക്കാവുന്ന കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് അത് കാരണമായി തീരാം. അനുകൂലമായ യോഗം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായ അവസ്ഥ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ ജീവിതത്തിൽ കൊയ്യാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യ കാര്യവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു. പണത്തിന്റെ വരവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വർദ്ധിക്കുന്നതായ സാഹചര്യം, ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമായി തന്നെ മാറും. കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക്
അനുഭവിക്കുന്നതായ കുട്ടികൾക്ക് പോലും വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനു മുന്നിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം മനസ്സിനെ അലൗസരപ്പെടുത്തുന്നതായ പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നേരിടുന്നതായ ആ കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രതികൂലമാകേണ്ടതായ പല കാര്യങ്ങളെയും അനുകൂലമാക്കുവാൻ സാധിക്കുന്നു എന്നതും ഈ സമയത്തിന്റെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. ബിസിനസ് പരമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് തള്ളിക്കളയുവാൻ സാധിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. പല മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പരാധീനതകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യ തടസ്സങ്ങളോ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പുതിയ കരാറുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നഷ്ടത്തിൽ കലാശിക്കും എങ്കിൽ പോലും അത് മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാനും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. പ്രതിസന്ധികൾ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചിലതെങ്കിലും പെട്ടെന്ന് തന്നെ തരണം ചെയ്യുവാൻ സഹായകരമായി തീരും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യാവുന്നതാണ്. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. കൂടാതെ ബിസിനസ് പരമായ ഉയർച്ച, ബിസിനസ് വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യം, വിപുലീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരാനുള്ള ചില വഴികൾ മുന്നിൽ തെളിയുന്നതാണ്. അത്തരം കാര്യങ്ങളും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുക്കാതെ ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ